ഇത് ചതാവേലിയാണ് കേട്ടോ. ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ്. അപ്പോൾ ഇത് വെച്ച് അച്ചാറിടാമെന്ന് വെച്ചാൽ അതിൻ്റെ കിഴങ്ങാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ മണ്ണൊക്കെ ഉണ്ടായി. ഇനി നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ട് അത് നമുക്ക് നുറുക്കിയെടുക്കാം. ഇത് ഇത്തിരി വേവൊക്കെ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുക്കറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചതാവേലി കിഴങ്ങുണ്ടല്ലോ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ പാകമാകും. എന്നിട്ട് നമുക്കുണ്ടല്ലോ അത് ചൂടാറി കഴിയുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്യാം. പിന്നെ ഈ കിഴങ്ങിൻ്റെ ഉള്ളിൽ ഒരു വേരുണ്ടാവും. ആ വേര് നമുക്ക് അതും നീക്കം ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് വേണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ. എന്നിട്ട് ഒരു 2 ദിവസമാകുമ്പോൾ അത് പാകമായി ഉണങ്ങി കിട്ടും. അതിൻ്റെ വേരാണ് കേട്ടോ അത് നമുക്ക് കളയാം. ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. എന്നിട്ട് ഇതാണ് നമ്മൾ അച്ചാറിടുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്കുണ്ടല്ലോ ഉണക്കി വെച്ചിരിക്കുന്ന ചതാവേലി കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനകത്തേക്ക് ആവശ്യമായ ഇഞ്ചി അരിഞ്ഞു വെച്ചതാണ് അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കാന്താരിമുളക് ഉണ്ടല്ലോ അത് കീറിയതാണ് അതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇടിയമുളകാണ്, അതും ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിന് ആവശ്യമായിട്ട് വേണ്ടത് നമുക്ക് കായപ്പൊടിയും ഉലുവായുമാണ് കേട്ടോ. അത് വറുത്ത് പൊടിച്ച് അതും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ട് ഇനി വേണ്ടത് ചൊറുക്കയാണ്. അത് മുങ്ങത്തക്ക രീതിയിൽ നമുക്ക് കുറച്ച് ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം തന്നെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുണ്ടല്ലോ ഉണങ്ങിയത് കുറച്ച് കഴിയുമ്പോൾ ഇത് വീർത്ത് വരും. അപ്പോൾ നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് അതിനകത്തേക്ക് കുറച്ച് കടുക് പരിപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ചൊറുക്കയും കൂടി ഒഴിച്ചു വെക്കാം. ഇത്രമുള്ള ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു.